നമ്മുടെ യാത്ര മലയാള സിനിമയിലെ ആദ്യത്തെ പിന്നണി ഗായകനായ ശ്രീ ടി.കെ. ഗോവിന്ദറാവുവിൻ്റെ വീട്ടിലേക്ക്. മലയാള സിനിമയിലെ ആദ്യത്തെ പിന്നണി ഗായകൻ എന്ന സ്ഥാനം അംഗീകാരം എന്ന് പറയുന്നുണ്ട് എല്ലാവരും. അല്ല, അത് ശരിയാണല്ലോ. കാരണം നിർമ്മല എന്ന ചിത്രത്തിലാണല്ലോ ആദ്യമായിട്ട് പിന്നണി ഗാന പദ്ധതി ഉണ്ടായത്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലം ഒന്ന് വിവരിക്കാം. വിജയ് ചെറിയാൻ, കേരള ടാക്കീസ് അവർ പുതിയതായിട്ട് സിനിമ തുടങ്ങാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് പേപ്പറിലൊക്കെ ഇടുകയുണ്ടായി. വോയിസ് ആൾ വേണം, പാടിന് വേണം, ആൾക്കാർ വേണം എന്നൊക്കെ പറഞ്ഞു. ഇയാൾ ഫ്ലൂട്ട് വായിക്കുന്ന ആളാണ്. ഇയാളാണ് E.I. വാരിയർ, വീണ വായിക്കും. അദ്ദേഹമാണ് മ്യൂസിക് ഡയറക്ഷൻ. ഇങ്ങനെയൊക്കെ പല ആൾക്കാരൊക്കെ അവിടെ വരിക, അവർ എന്നെ കൂട്ടിക്കൊണ്ടു പോവുക, അവിടെ പോയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക, അവർ ട്യൂൺ ഇടുക. അപ്പോൾ ഞാൻ കുറേശ്ശെ ചെറുപ്പത്തിൽ ഒരിക്കൽ തെക്കുറിശി സുകുമാരൻ നായർ എന്നെ ഡ്രാമയിൽ ഹാർമോണി വായിക്കാൻ വിളിച്ചിരുന്നു. അപ്പോൾ എത്ര വയസ്സുണ്ട്? അപ്പൊക്കെ എനിക്ക് 12 വയസ്സ്, 14 വയസ്സ്, 15 വയസ്സേ ഉള്ളൂ. ചെറുപ്പം നല്ല സുന്ദരക്കുട്ടനായിരിക്കും. അപ്പോൾ കാതിലൊക്കെ എടുക്കാനും വളയൊക്കെ ഇട്ട് വെച്ച് അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അദ്ദേഹം സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഡ്രാമയിൽ ഹാർമോണി വായിക്കാൻ, ഈ 2 കൈയിൽ വായിക്കാൻ അത്ര ശീലം പോലെ എനിക്ക്. അതൊക്കെ വെറുതെ ഈ കൈ ഇങ്ങനെ കാണിച്ചാൽ മതി ഇതൊക്കെ പറഞ്ഞ് എന്നോടൊക്കെ പറഞ്ഞു. നിർമ്മലയെ പാടിയ ഏതെങ്കിലും ഒരു വരിയെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു ഡിവറ്റ് ഉണ്ട് അതിൽ. പാടുക പൂങ്കുയിലേ കാടുതോറും പാടുക പുൻകിനാവുകൾ കുലകുലയായി പാടുക പൂങ്കുയിലേ കാവുതോറും പാടുക പൂങ്കുയിലേ കാവുതോറും. പാടുക പൂങ്കുയിലേ കാവുതോറും പാടുക പൂങ്കുയിലേ കാവുതോറും പാടുക. ജീവിതത്തിൻ ചൈത്രകാലം ജീവിതത്തിൻ ചൈത്രകാലം ആഗതം അനുരാഗസുരഭിലം. ജീവിതത്തിൻ ചൈത്രകാലം ആഗതം അനുരാഗസുരഭിലം. പാടുക പൂങ്കുയിലേ കാവുതോറും പാടുക. പൊൻകിനാവുകൾ കുലകുലയായി ജീവശാഖിൽ വിടരുകയായി. പൊൻകിനാവുകൾ കുലകുലയായി ജീവശാഖിൽ
കാക്കിൽ വിടരുകയായി പാടുക പൂങ്കുയിലേ കാവു തോറും പാടുക. ആമധൂളി ലഹരികൾ മൂലം ആമധൂളി ലഹരികൾ മൂലം മുക്തമേ മമ രാപ്പകലഹീലം. ആമധൂളി ലഹരികൾ മൂലം മുഗ്ധമേ മമ രാപകലഖീലം പ്രേമമേ ഹാ കരളിൽ മുറുക്കു പ്രേമമേ ഹാ കരളിൽ മുറുക്കു രാഗതന്ത്രികൾ പ്രേമമേ ഹാ കരളിൽ മുറുക്കു രാഗതന്ത്രികൾ പാടുക പൂങ്കുയിലേ കാവു തോറും പാടുക പൂങ്കുയിലേ കാവു തോറും പാടുക. മൂന്നാല് പാട്ട് പാടിയിരുന്നു, പക്ഷെ കൊല്ലം കുറേ. ഇത് മഹാകവി ജി വളരെ ലളിതമായിട്ട് അതെ എഴുതിയിരിക്കുന്നുണ്ട്. അതെ, റെക്കോർഡിംഗ് മുഴുവൻ സേലത്തായിരുന്നു ഇതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ, മദ്രാസിലായിരുന്നില്ല. ഹീറോയിന് പാടാനാണ്. അപ്പോൾ എനിക്ക് 5.5 കെട്ട ശ്രുതിയാണ്. അപ്പോൾ ആ സമയത്ത് ഹൈ പിച്ച് വോയിസാണ്. സേലത്തിലെ മോഡേൺ തിയേറ്റേഴ്സ് TR സുന്ദരം ആണപ്പോൾ ആ സമയത്ത്. അവിടെ പോയിട്ട് പെട്ടെന്നൊരു ജലദോഷം വന്ന് ശരീരമൊക്കെ മാറി, എൻ്റെ ശബ്ദങ്ങളൊക്കെ മാറി. എന്നിട്ട് പിന്നെ 1.5 മാസം കഴിഞ്ഞിട്ട് അരക്കട്ട ഒരു കെട്ട ശ്രുതിയിലും കൂടെ മാറ്റി ഹീറോൻ്റെ പാട്ടൊക്കെ പാടിക്കാൻ റെക്കോർഡിംഗ് ഒക്കെ ചെയ്ത് മറ്റുള്ളവരെ പാടും. അപ്പോഴാണ് ലീലയെ വിളിച്ച് ഹീറോയിൻ്റെ പാട്ട് പാടിച്ചത്. നിർമ്മലയില് നായികയായത് ഏത് ചുറ്റുപാടിൽ എങ്ങനെയാണ് നായികയായത്? എൻ്റെ ഭർത്താവിൻ്റെ അപ്പൻ, എൻ്റെ അമ്മായിയപ്പൻ ഈ സിനിമ എടുക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അപ്പൻ ഈ ഡ്രാമയിലൊക്കെ ഇങ്ങനെ അഭിനയിച്ച് മിഷായത്തിനൊക്കെ അഭിനയിച്ച് വളരെ പേര് കേട്ട് കഴിഞ്ഞപ്പോൾ പലരും അപ്പനോട് എന്തുകൊണ്ട് ചെറിയാനൊരു സിനിമ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അപ്പനും അതിൽ താല്പര്യം ഉണ്ടായിരുന്നു. അതായത് നല്ല സിനിമ കുടുംബസമേതം ഇരുന്ന് കാണത്തക്കത് എടുക്കണമെന്നുള്ള ഒരു ഇതായിരുന്നു അപ്പന് ആഗ്രഹം ഉണ്ടായിരുന്നത്. സിനിമയും നാടകമൊക്കെ എല്ലാ കുടുംബസമേതം കാണത്തക്ക. അതിനുവേണ്ടി പലരും പ്രോത്സാഹിപ്പിച്ചപ്പം അപ്പനും തോന്നി ഒന്ന് എടുത്താൽ കൊള്ളാമെന്ന്. അതിനുവേണ്ടി അപ്പൻ ഇതെടുക്കാൻ തുടങ്ങി. ഷെയറൊക്കെ വിറ്റു, അതൊക്കെ വേഗം ചിലവായി. അപ്പോൾ അതിനുവേണ്ടി ആക്ടേഴ്സിനെ അന്വേഷിച്ച് നടന്നു. കേരളത്തിൽ പലയിടത്തും പോയി പലരുടെയും ഫോട്ടോ ഒക്കെ എടുത്തു പെൺകുട്ടികളുടെ. പക്ഷേ എന്തോ ഡയറക്ടർക്ക് അത്ര പറ്റിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് യാദൃശികമായിട്ട് എൻ്റെ ഫോട്ടോ അങ്ങോട്ട് കണ്ടപ്പോഴത്തേക്ക് എന്താ നമുക്ക് മിസ്സസ് ചെറിയാനെ എടുത്താൽ എന്താ. അപ്പോൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, പോരെങ്കിൽ ഭർത്താവാണ് ഹീറോ. വേറൊരാളായിരുന്നെങ്കിൽ അന്നത്തെ കാലത്ത് ഞാൻ മിക്കവാറും പോവില്ലായിരുന്നു. ഇപ്പോൾ ഭർത്താവായ കാരണം പിന്നെ ഭർത്താവിൻ്റെ അപ്പനും എല്ലാവരും ഒക്കെയാണ്. എൻ്റെ നാത്തൂന്മാരുണ്ട് അതിനകത്ത്. അപ്പോൾ പിന്നെ എനിക്കത് ഒരു ഫാമിലി ഒരു കുടുംബ പരിപാടിയായിട്ട് അങ്ങ് പോയ കാരണം എനിക്കത് ഇഷ്ടമായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു നാത്തൂൻ അച്ചാമ്മയെന്ന് പറഞ്ഞൊരു നാത്തൂൻ, പിന്നെ ഇവർ കൊച്ചായിരുന്നപ്പോഴത്തേക്കുള്ളത് ചേടത്തി അനീത്തിയായിരുന്നു. അതിലൊരു ചേടത്തിയുടെ ഭാഗം കൊച്ചായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഷൂട്ടിംഗ് പലയിടത്തും കേരളത്തിലും പലയിടത്തും ഉണ്ടായിരുന്നു. പിന്നെ സേലം മോഡേൺ തിയേറ്റേഴ്സിൽ. അപ്പോൾ ഈ ഭർത്താവായിട്ട് അഭിനയിച്ചപ്പോൾ എന്ത് തോന്നി? ഭർത്താവായിട്ട് അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു. എന്നാലും ലവ് സീനൊക്കെ വന്നപ്പോൾ അത് ഈ ആതിരപ്പള്ളി ചാലക്കുടി അവിടെ ഒരു ലവ് സീൻ ഹീറോ സ്വപ്നം കാണുന്ന പോലെ അതിനകത്തൊന്ന് പയ്യെ ഒന്ന് ചാരിക്കിടക്കം ഒന്ന് കെട്ടിപ്പിടിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ചമ്മലായിരുന്നു. കാര്യം ഭർത്താവാണെങ്കിലും എനിക്കങ്ങനെ പബ്ലിക്കായിട്ട് ഭർത്താവിന് എന്നെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഭർത്താവിനുണ്ട്. ഞാൻ പയ്യെ ഒന്ന് പിന്നെ നമ്മൾ നനച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ പാടില്ലല്ലോ. പിന്നെ
എനിക്കൊരു വിഷമമുണ്ടാക്കിയത് അതായിരുന്നു. സംവിധായകൻ പി വി കൃഷ്ണൻ വളരെ നല്ല മനുഷ്യനായിരുന്നു. മലയാളം അറിയാവുന്ന ആളായ കാരണം തമിഴിനല്ല, അപ്പം മലയാളത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറയാനും